43 ഏജിലുള്ള ഒരു പ്രോബ്ലമാണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞു LPP ആണ് എന്ന്, അല്ലേ? അപ്പോൾ അതൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അത് ക്ലിയർ ആണോ എന്നൊന്ന്, അല്ലേ? അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ, ഹാഷിമോട്ടോ എന്ന് പറഞ്ഞൊരു സ്റ്റേജസും ഉണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ ബോഡിയിൽ വർക്ക് ആവുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ടോക്കിലോട്ട് പോയത്. അപ്പോൾ നമ്മൾ ഓട്ടോമ്യൂൺ ഒരു ടെൻഡൻസി അറൗണ്ട് ഒരു പെരിമെനോപോസ് 43 ആണ്. പക്ഷേ ആൾക്ക് എന്താണെന്നറിയാമോ, ചെറുതിലേ തന്നെ ഒരു ഹോർമോണൽ ഇംബാലൻസ് സ്റ്റേജ് ഉള്ള വ്യക്തിയാണ്. കാരണം എൻ്റെ മുന്നിൽ ഒരു വ്യക്തി വരുമ്പോൾ അവരുടെ കുറച്ച് റിഫ്ലക്ഷൻസ് ഉണ്ട്, നിങ്ങളുടെ ബോഡി തരുന്ന റിഫ്ലക്ഷൻസ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന്, നമ്മൾ സ്കാൻ എടുക്കുകയോ അങ്ങനെയൊന്നും അല്ല, കുറച്ച് നമ്മൾ പ്രകൃതി തരുന്ന കുറച്ച് റിഫ്ലക്ഷൻസ് ഉണ്ട്. അതിനെ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അപ്പം ആൾറെഡി ഒരു ചെറിയൊരു 25th തൊട്ട് ഈ കണ്ണിന് നല്ല ഡെപ്ത് അല്ലേ, അപ്പോൾ ആ ഡെപ്ത് കാര്യങ്ങൾ കുറച്ച് സിംറ്റംസ് ഉണ്ട് ആൾറെഡി, പക്ഷേ നന്നായിട്ട് കെയർ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലേ? അപ്പം നമുക്ക് ഒരു പെരിമെനോപോസ് ആ സ്റ്റേജിൽ ഒരു ഓട്ടോമ്യൂൺ ടെൻഡൻസി ബോഡിയിൽ സ്ത്രീകളിൽ പൊതുവേ ഉണ്ട്. ഹോർമോണൽ ഇംബാലൻസ് ആണ് റീസൺ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പോസ്ഡ് ആവുന്നത്, അതായത് ഇൻറ്റൻസ്ഡ് ആയിട്ട് ഒരു ലൈറ്റ്, ഹീറ്റ്, ടെമ്പറേച്ചറാണ്, സെൻസിറ്റീവ് ടു ടെമ്പറേച്ചറാണ്. അപ്പം നിങ്ങൾ ഈ ടൈമിൽ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ എന്താണ് സൺസ്ക്രീൻ ഇട്ട് ഞാൻ പോകാറുണ്ട്, അല്ലേ? അതിനെ നമ്മൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യേണ്ട. നമ്മളത് ട്രസ്റ്റായിട്ട് അതിനെ അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും അങ്ങ് പുറത്തു പോവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ പേടിക്കേണ്ടത്. UVA മാത്രമേ സൺ ബ്ലോക്ക് മനസ്സിലായ പ്രൊട്ടക്ഷൻ തരുന്നുള്ളൂ. അപ്പം നമ്മൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ഹെവി ആയിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബോഡി എടുക്കുന്ന ഒരു പ്രിക്വേഷനാണ്, കുറേ ആൻറ്റിബോഡീസിനെ കൊണ്ടുവന്ന് ആ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ്, എക്സ്റ്റേണൽ അറ്റാക്ക് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവാതിരിക്കുക. അതായത് വെയിൽ മാത്രമല്ല, നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ, ഇപ്പം എനിക്ക് കാണുന്ന സിംറ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഏരിയയിൽ ഒരു ലൈറ്റ് ഒരു ബ്ലൂയിഷ്നെസ് വന്നിട്ടുണ്ട്, അല്ലേ? അതുപോലെ ഈ പിഗ്മെൻറ്റഡ് സ്കിന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു കണ്ണിനടിയിലുള്ള ഡെപ്ത് കുറേ നാളായിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇത്രയും സിംറ്റമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒന്ന് LPPയുടെ കുറച്ച് സിംറ്റം ഞാൻ പറഞ്ഞ കണ്ണിനടിയിലുള്ള ആ ഡെപ്ത് ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏർലി സ്റ്റേജിൽ ഒരു ഹോർമോണൽ ഇംബാലൻസ് നിൽക്കുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ നമ്മൾ പെരിമെനോപോസ് സ്റ്റേജിലോട്ട് എത്തിയപ്പം അത് കുറച്ചുകൂടെ ഒന്ന് വേരിയേഷൻസ് നോക്കുക. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഫൈബ്രോയിഡിൻ്റെ സർജറിയൊക്കെ നടത്തേണ്ടി വന്നില്ലേ? തൈറോയിഡ് ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, സർജറി കഴിഞ്ഞു. ഇതൊക്കെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഏർലി സ്റ്റേജിലേ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ലിവറിൻ്റെ ഫങ്ഷനിങ് അപ്പോഴേ ഒരു ഇംബാലൻസിൽ നിൽക്കുക നമ്മുടെ ഏർലി സ്റ്റേജിൽ. തൈറോയിഡ്